மாரியம்மன் தோட்டத்திலும் முதல்ல விதை போட்டதுக்கு அப்புறம் தான் நம்ம 20 கிராமத்திலும் விதை விதைக்கிறது சம்பிரதாயம் தெரியுமா? இனி அவனை பார்த்துட்டு இருந்தால் நல்ல நேரம் முடிஞ்சிடும். അതിനാൽ நானே இன்னைக்கு விதை பார்க்க போறேன். പ്രസിഡന്റ് 7 വയസ്സ് മുതൽ ഈ മാരിയമ്മൻ പാടത്ത് വിത്തെറിഞ്ഞിട്ടുള്ളത് എന്റെ മകൻ കൃഷ്ണനുണ്ണിയാണ്. അവൻ ഒരു പിടി വാരി എറിഞ്ഞാൽ ഒരു പറ കൊയ്യാമെന്നുള്ള ചൊല്ലി ഇന്നേ വരെ തെറ്റിയിട്ടില്ല. ഇപ്പൊ ഉൻ മകൻ എങ്കേ? നമ്മുടെ ഉണ്ണിയുടെ ഉറ്റ സുഹൃത്തല്ലേ പൊട്ടം വടിവേലു. അവനോട് ചോദിച്ചറിയാം ഉണ്ണി ഇപ്പൊ എവിടാണെന്ന്. അതിന് വടിവേലു എവിടെ? അമ്മേ ദേവി വടിവേല് என்னங்க പാൽപ്പായസം ഒരുക്ക് സാപ്പിട്ട് പോങ്ക. അയ്യോ വേണ്ട, കട തുറക്കാൻ ടൈം ആச்சு. ശരി, രാവിലെ ഇങ്ങനെ തേര പര നടക്കാതെ ഇവന്മാർക്ക് വല്ല പണിക്ക് പോക്കൂടെ? അയ്യോ വേണ്ട, കട തുറക്കാൻ ടൈം ആച്ചെണ്ണ. നേരം വെളുത്തില്ലായിരുന്നു ഇവരൊക്കെ എന്ത് ചെയ്തനെ? കൊഞ്ചം തല്ലുക തല്ലേ വളിവിടെ എന്നല്ലേ കട തുറക്കാൻ പറ്റൂ? இங்க வா. எவ்வளோ டைம் ஆச்சுன்னு உங்களுக்கு தெரியுமா? வேலைக்கார கரெக்டா வேலை பார்க்கணும், இல்ல நான் விட்டுட்டு போயிடு. துறக்கடா. கொஞ்சம் தள்ளுங்க. டியூட்டி விஷயத்துல நான் ரொம்ப ஸ்ட்ரிக்ட் தெரியுதா? சீக்கிரம் ஓபன் பண்ணுடா. சீக்கிரம் உள்ள கரை கவுண்டர்ல இருந்துல. ബഹളം വെക്കാതെ മാറി നിൽക്ക്. വെയിറ്റ്. അതെ 100 രൂപയ്ക്ക് 2 ഫുള്ള്. ഇത്രയും കുപ്പികൾ കണ്ടപ്പോ ഇരട്ട പ്രസവിച്ച സുഖം. ഇതിൽ കുറഞ്ഞ ബ്രാൻഡ് വല്ലതും വന്നായിരുന്നു. എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല. കേട്ടടാ പട്ടി തെണ്ടി നായിന്റെ മക്കളെ. പതിയെ വയ്യടാ പന്നി. വെളുപ്പിന് നിന്നോടൊപ്പം ഇറങ്ങി തിരിച്ചതാണല്ലോ ഉണ്ണി. എന്നിട്ട് അവൻ എവിടെ? വെളുപ്പിന് ഞങ്ങൾ വരമ്പത്തൂടെ വരുമ്പോ നമ്മുടെ വാസുവണ്ണം പാമ്പ് കടിയേറ്റ് ഇവിടെ കിടക്കുന്നു. അങ്ങേരും പൊക്കിയെടുത്തുകൊണ്ട് സേട്ടുവിന്റെ കുതിരവണ്ടിയിൽ നിങ്ങളുടെ ഉണ്ണി, അതായത് എന്റെ കുട്ടൻ, ഇവിടുന്ന് സിറ്റിയിലെ ഹോസ്പിറ്റലിൽ പോയി. ഇനി അവനുക്കാകെ കാത്തിട്ട് ഇരുപ്പതിൽ അർത്ഥമില്ലേ? അല്ല, ഞാൻ വിത പോട്ടാലും മുളയ്ക്കുമോന്ന് പാക്കല. ഏയ് നില്ലുങ്ക, ഞാൻ സമ്മതിക്ക മാട്ടേ. വേണ്ട.